വിദ്യാർത്ഥിയുടെ സ്റ്റാർട്ടപ്പ് അന്താരാഷ്ട്ര നിലയിലേക്ക്. റോബോട്ടുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് വയനാട് സ്വദേശി ഷാരോൺ. ഇതിനായി ലക്ഷങ്ങളുടെ നിക്ഷേപവുമായി എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂരിലെ ഒരു കമ്പനി. ബാംഗ്ലൂരിലെ പ്രമുഖ ഗവേഷണ വികസന ലാബുമായി സഹകരിച്ചാണ് റോബോട്ടുകളുടെ ഉത്പാദന വികസനം ആരംഭിക്കുന്നത്. പഞ്ചാബ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ ബിടെക് വിദ്യാർത്ഥിയും വയനാട് സ്വദേശിയുമായ ഷാരോൺ രാജസ്ഥാൻ സ്വദേശിനിയായ കാജൽ മീണയുമായി ചേർന്നാണ് കഴിഞ്ഞ വർഷം പദ്ധതി രൂപീകരിച്ചത്. എയർപോർട്ടുകളിൽ ലഗേജ് നീക്കത്തിനും വ്യവസായ കേന്ദ്രങ്ങളിൽ ഭാരം വഹിക്കുന്നതിനും ഉപയുക്തമായ റോബോട്ടുകളാണ് നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടും സ്മാർട്ട് വേസ്റ്റ് ബിന്നും നിർമ്മിക്കും. ഇതിന്റെ നിർമ്മാണം അടുത്ത മാസം ആരംഭിക്കും. നിർമ്മിത ബുദ്ധിയുടെയും മിഷൻ ലേണിംഗിന്റെയും സാങ്കേതിക വൈവിധ്യങ്ങൾ ഏകോപിപ്പിച്ചാണ് പുതിയ റോബോട്ടുകൾ നിർമ്മിക്കുകയെന്ന് ഷാരോൺ പറഞ്ഞു. എനിക്ക് പണ്ട് മുതലൊരു ക്രൈസ് ഉണ്ടായിരുന്നു ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ഒരു ഫീൽഡിലേക്ക് പോകണമെന്ന്. പഠിക്കുന്നത് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയാണ് പഞ്ചാബ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. തന്നെ ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ തന്നെ ഞങ്ങളൊരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയതാണ്. ഞാനും പിന്നെ വേറെ ആളും കൂടെ. അതുപോലെ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. ഇതെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ സപ്പോർട്ടിങ് ഒക്കെ ആയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1.5 വർഷമായപ്പോഴത്തേക്കും ബാംഗ്ലൂരിലുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമുമായിട്ട് കൊളാബ് ചെയ്ത് അപ്പോൾ അവരുടെ സപ്പോർട്ടിൽ ഇപ്പോൾ പോകുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും. ഫാബ് ലാബ്സ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് നമ്മുടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. നമ്മൾ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള റോബോട്ട്സും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഹോം ആപ്ലിക്കേഷനുള്ള റോബോട്ട്സും കൊടുക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയലായിട്ട് വരുമ്പോൾ നമുക്ക് ഈ എയർപോർട്ടുകളിലൊക്കെ ലഗേജ് കൊണ്ടുപോകാൻ പറ്റുന്ന റോബോട്ട്സ്, അതുപോലെ പല ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് റോബോട്ട്സ് നമുക്ക് കൊടുക്കാൻ കഴിയും. 2 ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ് 2026 ജനുവരിയിൽ നടത്താനാണ് ലക്ഷ്യം വെക്കുന്നത്. കൊച്ചിയിലുള്ള പ്രമുഖ റോബോട്ടിക് സ്ഥാപനമായ ഫാഫ് ലാബുമായി ഇത് സംബന്ധിച്ച കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തിക്ക് മുന്നോടിയായി ഈ മാസം 28-ന് മാനന്തവാടി ബ്രഹ്മഗിരി ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി OR കേളു ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തും. ചേരങ്കല്ലി കുഴിവേലിയിൽ ജോസ് തോമസിന്റെയും സോഫി തോമസിന്റെയും മകനാണ് ഷാരോൺ. ജനം, വയനാട്.